السلام عليكم ورحمة الله وبركاته. الحمد لله الأول الآخر الباطن الظاهر الذي هو بكل شيء عليم. الأول فليس قبله شيء، الآخر فليس بعده شيء، الظاهر فليس فوقه شيء، الباطن فليس دونه شيء، الأزلي القديم الذي لم يزل موجودا موصوفا بصفات الكمال، ولا يزال دائما مستمرا باقيا سرمديا بلا انقضاء ولا انفصال ولا زوال. يعلم دبيب النملة السوداء على الصخرة السماء في الليلة الظلماء، وعدد الرمال، وهو العلي الكبير المتعال، العلي العظيم الذي خلق كل شيء فقدره تقديرا. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، نسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح، وأن يرزقنا الإخلاص في القول والعمل. ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ബിദായ വന്നിഹായാണ് നാം വായന ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, كذلك نقص عليك من أنباء ما سبق وقد آتيناك من لدنا ذكرا. അപ്രകാരം താങ്കൾക്ക് മുൻ കഴിഞ്ഞു പോയിട്ടുള്ള സംഭവങ്ങൾ, കഥകൾ നാം വിവരിച്ചു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. وقد قص الله تعالى على نبيه خبر ما مضى من خلق المخلوقات. മുൻകഴിഞ്ഞുപോയ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ, വിവരണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല. വദിക്റൽ ഉമമൽ മാദീൻ, മുൻകഴിഞ്ഞുപോയ സമുദായങ്ങളെ സംബന്ധിച്ച്, വകൈഫ ഫഅല ബിഔലിയാഇഹി വമാ അഹല്ല ബിഅദാഇഹി. അല്ലാഹു സുബ്ഹാനഹു തആല തൻ്റെ ഔലിയാക്കൾക്ക് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്, അതുപോലെ ശത്രുക്കൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. وبين ذلك رسول الله صلى الله عليه وسلم لأمته بيان شافيا. ആ വിഷയങ്ങളെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമുദായത്തിന്, ഉമ്മത്തിന് വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, കിതാബുല്ലാഹി ഫീഹി ഖൈറു മാ ഖബ്ലക്കും. അള്ളാഹുവിൻ്റെ കിതാബിൽ മുൻകഴിഞ്ഞു പോയ, നിങ്ങൾക്ക് മുമ്പുള്ളവരെ കുറിച്ചുള്ള അറിയിപ്പുകൾ, വിവരണങ്ങളെല്ലാം ഉണ്ട്. വനബഉ മാ ബഅദക്കും, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നതിനെ സംബന്ധിച്ച്. അങ്ങനെ എല്ലാ ചരിത്രങ്ങളെ സംബന്ധിച്ചും സംഭവങ്ങളെക്കുറിച്ചുമുള്ള നാം അറിഞ്ഞിരിക്കേണ്ട, വിശ്വസിച്ചിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന് സഹീഹിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഖാമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നു. അത് മറ്റൊരു റിവായത്തിൽ സുബ്ഹ് നിസ്കാര ശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഫഅഖ്ബറനാ അൻ ബദഇൽ ഖൽഖ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രങ്ങൾ വിവരിച്ചു തരാൻ തുടങ്ങി. സൃഷ്ടിപ്പിൻ്റെ ആ തുടക്കത്തെ സംബന്ധിച്ച് അങ്ങനെ ചരിത്രം വിവരിച്ച് എവിടെ വരെ എത്തി, ഹത്ത
ഹത്താ ദഖല അഹ്ലുൽ ജന്നതി മനാസിലഹും വഅഹ്ലുൻ നാരി മനാസിലഹും. സ്വർഗാവകാശികൾ അവരുടെ സ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ആ സമയം വരെയുള്ള ചരിത്രങ്ങൾ നമുക്ക് വിവരിച്ചു തന്നു. വഅഹ്ലുൻ നാരി മനാസിലഹും. അതുപോലെ നരകാവകാശികൾ നരകത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള ചരിത്രങ്ങൾ നമുക്ക് വിവരിച്ചു തന്നു എന്നുള്ളതാണ്. ഹഫിള ദാലിക മൻ ഹഫിളഹു വനസിയഹു മൻ നസിയ. അത് മനഃപ്പാഠമാക്കിയ ആളുകൾ അത് മനഃപ്പാഠമാക്കി മറന്നുപോയവർ മറന്നുപോയി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ ഖിയാമത്ത് നാളും കഴിഞ്ഞ് സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്കും നരകാവകാശികൾ നരകത്തിലേക്കും പ്രവേശിക്കുന്നവരെയുള്ള ചരിത്രങ്ങൾ വിവരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതാണ് ബിദായ വ നിഹായ എന്ന് പറയുന്നത്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അബൂ സയ്യിദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത അസ്സുബ്ഹ്. ഞങ്ങൾക്ക് ഇമാമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നിസ്കരിച്ചു. ثم صعد المنبر. എന്നിട്ട് മിമ്പർമേൽ കയറി. فخطبنا حتى حضرت الظهر. ളുഹർ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചു. ثم نزل فصلى الظهر. എന്നിട്ട് ളുഹറിന് ഇറങ്ങിയിട്ട് ളുഹർ നിസ്കരിച്ചു. പിന്നെ ثم صعد المنبر. വീണ്ടും മിമ്പർമേൽ കയറി. خطبنا حتى حضرت العصر. അസ്ർ വരെ ഖുതുബ പറഞ്ഞു. എന്നിട്ട് അസ്ർ നിസ്കരിക്കാനായിട്ട് ഇറങ്ങി. എന്നിട്ട് അസ്ർ നിസ്കരിച്ചു. എന്നിട്ട് വീണ്ടും ഖുതുബ പറയാൻ തുടങ്ങി. ഹത്താ ഗാബത്തി ശംസ്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ഫഹദ്ദസനാ ബിമാ കാന വമാ ഹുവ കായിൻ. ഇതുവരെ സംഭവിച്ച ചരിത്രങ്ങൾ മുഴുവൻ വിവരിച്ചു തന്നു. വമാ ഹുവ കായിനുൻ. ഇനി സംഭവിക്കാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെ സ്വർഗ നരകങ്ങളിലേക്ക് അതിന്റെ അവകാശികൾ പ്രവേശിക്കുന്നവരെയുള്ള ചരിത്രങ്ങൾ നമുക്ക് വിവരിച്ചു തന്നു. ഫഅലമുന അഹ്ഫദുന. അത് ഏറ്റവും മനഃപ്പാഠമാക്കിയവരാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളുകൾ എന്ന് പറഞ്ഞു. ഇത് ഇമാം മുസ്ലിമും അതുപോലെ ഇമാം അഹ്മദും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നാം അറിഞ്ഞിരിക്കൽ അനിവാര്യമായിട്ടുള്ള, നാം വിശ്വസിച്ചിരിക്കേണ്ട അനിവാര്യമായിട്ടുള്ള, നമുക്ക് ഗുണപാഠമുള്ള, ഹലാൽ ഹറാമിലേക്ക് നമുക്കുള്ള സൂചനകളുള്ള, മാതൃകകളുള്ള എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ബിദായ വ നിഹായയിൽ ഉൾച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ സൃഷ്ടിപ്പ് മുതൽ അതുപോലെ അർശ്, കുർസി, പിന്നെ മനുഷ്യരാശിയുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചും അങ്ങനെ അമ്പിയാക്കളെ സംബന്ധിച്ചൊക്കെ ആണ് പറയുന്നത്. അമ്പിയാക്കളുടെ ഖസസുൽ അംബിയ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, അങ്ങനെ തുടങ്ങി എവിടം വരെ എത്തുന്നുണ്ട്? ഖിയാമത്ത് നാൾ വരെ. പിന്നെ സ്വർഗ നരകങ്ങളെക്കുറിച്ചും മഹ്ശറിനെ സംബന്ധിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിലെ ഇങ്ങനെ ഈ ഒരു ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ആണ് എന്നുള്ളതിലേക്കുള്ള സൂചനയാണ് ഖുതുബത്തുൽ ഹാജയിൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് എന്നുള്ളതിനുള്ള ഒരു സൂചന ഈ ഗ്രന്ഥത്തിന് ആമുഖ പ്രഭാഷണത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാണ് അങ്ങനെ പറയാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് സൂചന കൊടുത്തുകൊണ്ടുള്ള ഖുതുബത്തുൽ ഹാജക്കാണ്, ആമുഖ പ്രഭാഷണത്തിനാണ് എന്തു പറയുന്നത്? ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്ന് ഉലമാക്കൾ പറയാറുള്ളത്. എന്നാൽ അദ്ദേഹം ആരംഭിക്കുന്നത് ഇവിടെ പിന്നെ ഖുതുബത്തുൽ ഹാജ് തന്നെ ആരംഭിക്കുന്നത്, അതാണ് ഞാൻ ഈ ക്ലാസിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. അൽഹംദുലില്ലാഹിൽ അവ്വലിൽ ആഖിർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് വിശദമായി പരാമർശിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ ഔലിയത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ
സിഫാത്തുകളുടെ ഔലിയത്തിനെ സംബന്ധിച്ച്, അസലിയത്തിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അത് വളരെ തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിന് ആപ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. കാരണം അദ്ദേഹം ആദ്യമായിട്ട് ആമുഖം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അല്ലാഹു എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ അല്ലാഹുവിന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ഫസ്ലുൻ ഖാല അല്ലാഹു തആല ഫി കിതാബിഹിൽ അസീസ് അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. ആ അല്ലാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ചാണ് ആദ്യമായി സംസാരിക്കുന്നത്. എന്താണ്? അൽഹംദുലില്ലാഹിൽ അവ്വലിൽ ആഖിർ, അല്ലാഹു ഒന്നാമനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്, എന്നിട്ട് അത് വീണ്ടും വിവരിക്കുന്നു, അൽ അവ്വലു ഫലൈസ ഖബ്ലഹു ഷൈ. ഇത് ആയത്തിൽ വന്നതാണ് അൽ അവ്വൽ എന്നുള്ളത്. ഹദീസിൽ അതിന് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, അൽ അവ്വലു ഫലൈസ ഖബ്ലഹു ഷൈ, അല്ലാഹുവിന് മുമ്പ് ഒന്നും തന്നെയില്ല, അല്ലാഹുവോടൊപ്പം ഒന്നും തന്നെയില്ല. അല്ലാഹുവിന്റെ വുജൂദ്, അവന്റെ ഉണ്മയില് അവന് പങ്കുകാരില്ല. അള്ളാഹുവിന്റെ റുബൂബിയത്തിലോ അസ്മാ സിഫാത്തിലോ ഉലൂഹിയത്തിലോ ഒന്നും തന്നെ പങ്കുകാരില്ലാത്തതുപോലെ അള്ളാഹുവിന്റെ വുജൂദില് അവന് പങ്കുകാരില്ല. അവനോടൊപ്പം ആരുമില്ല, അവന് മുമ്പും ആരും തന്നെയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അവന് തുടക്കമില്ല, അവനുണ്ടായി എന്നുള്ള ഒരു സംഭവമില്ല. മറിച്ച് അവൻ അവ്വലാണ്, അവന്റെ വുജൂദ് അസലിയാണ്, അത് തുടക്കമില്ലാത്തതാണ്, അനാദിയാണ് അവന്റെ തുടക്കം എന്ന് പറയുന്നത്. അൽ ഖദീം അല്ലദീ ലം യസൽ മൗജൂദൻ മൗസൂഫൻ ബിസിഫാത്തിൽ കമാൽ. അല്ലാഹു അവന് തുടക്കമില്ല, അവൻ അനാദിയിലുള്ളവനാണ് എന്ന് പറഞ്ഞോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ പരിപൂർണമായ പൂർണ്ണതയുടെ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങളും എന്താണ്? അസലിയത്തായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനും തുടക്കമില്ല, അതും എന്താണ്? അനാദിയിലുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, വലാ യസാലു ദായിമൻ മുസ്തമിറൻ ബാഖിയൻ സർമദിയൻ ബിലാ ഖദാ വലാ ഫിസാൽ വലാ ജവാൽ. അല്ലാഹുവും അവന്റെ വിശേഷണങ്ങളും അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്, അതിനൊരറ്റവുമില്ല, അത് അവസാനിക്കാതെ എന്നെന്നും നിലനിൽക്കുന്നതാണ്. അത് മുറിഞ്ഞു പോവുകയോ അതില്ലെങ്കിൽ ഇടവേള ഉണ്ടാവുകയോ ഒന്നും ഉണ്ടാവുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാത്രം കാര്യമാണത്, അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണത്. ഇവിടെ സൂഫികളായിട്ടുള്ള ആളുകൾ, ആ സൂഫികളുടെ കൂട്ടത്തില് അതിര് കവിഞ്ഞ ഇബ്നു അറബിയെ പോലുള്ള ഹലാജിനെ പോലുള്ള ആളുകൾ വാദിക്കുന്ന വാദം എന്താണ്? അവരുടെ വാദമാണ് വഹ്ദത്തുൽ വുജൂദ് എന്നുള്ള വാദം. ആ വാദം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ് അല്ലാഹ് എന്നുള്ളത്, അല്ലാണ്ട് സൃഷ്ടാവ് എന്നുള്ള രണ്ട് കാര്യങ്ങളില്ല. ഇതെല്ലാം അല്ലാഹ് തന്നെയാണ്. തൂണിലും തുരുമ്പിലും എല്ലായിടത്തും അല്ലാഹ് തന്നെയാണ് ഉള്ളത്, ഇതെല്ലാം അല്ലാഹയാണ് എന്നുള്ളതായിട്ടുള്ള വാദമാണ് ആർക്കുള്ളത്? സൂഫികളായിട്ടുള്ള ഉലാത്തു സൂഫിയകൾക്കുള്ളത്, അത് ഇബ്നു അറബിയെ പോലുള്ള ആളുകൾക്കുള്ളത്. അപ്പോൾ ആ ഒരു വാദം എന്ന് പറയുന്നത് എത്ര ഗൗരവതരമായിട്ടുള്ള വാദമാണ്. അത് ചില ഫിലോസഫർമാർക്കുള്ള വാദമാണ്, ഇന്ത്യൻ ബ്രാഹ്മിൻസിനുള്ള വാദമാണ്, അവരുടെ വാദമാണ്, അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് അദ്വൈതവാദം എന്ന് പറയുന്നത്. ആ അദ്വൈതവാദമാണ് ഈ സൂഫികളായിട്ടുള്ള ആളുകൾ വാദിച്ചിട്ടുള്ളത്. അത് ജൂത ക്രിസ്ത്യാനികൾ അവരുടെ കുഫറിനേക്കാളും കൊടിയ കുഫറായിട്ടുള്ള കാര്യങ്ങളാണ്, അതിലേറെ വലിയൊരു കുഫറൊന്നും തന്നെയില്ല. അപ്പോ അത് അള്ളാഹുവിന്റെ വുജൂദില്, അവന്റെ ഉണ്മയില് എന്ത് ചെയ്യുന്നതാണ്?
പങ്കു ചേർക്കുന്നതാണ്. അപ്പോ ഈ പ്രപഞ്ചം മൊത്തം എന്ത് ചെയ്യാണ്? ഇതൊക്കെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അനാദിയിലുള്ളതാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു വാദമാണത് ഖിദമുൽ ആലം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം അനാദിയിലുള്ളതാണെന്നുള്ള വാദം. അതും ഈ ഗ്രീക്ക് ഫിലോസഫർമാരിൽപ്പെട്ട പലരും വാദിച്ചിട്ടുള്ള വാദമാണ്. ഇസ്ലാമിക് ഫിലോസഫേഴ്സ് എന്നറിയപ്പെടുന്ന ഫാറാബി പോലുള്ള ആളുകളുടെയും ഒക്കെ വാദമാണത്. ഫാറാബി, ഇബ്നു സീനയുടെ ഒക്കെ വാദമാണ് ഖിദമുൽ ആലം. പ്രപഞ്ചം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയെ പോലെ അജലിയാണ് എന്നുള്ളത്. അത് ഖദീമാണെന്നുള്ള വാദം. അതിന് തുടക്കമില്ല, അനാദിയിലുള്ളത് തന്നെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് എന്നുള്ള വാദമാണ് ഈ ഫിലോസഫർമാർക്കുള്ളത്. അപ്പോ ഇതൊക്കെ ഒന്നാമത് പറഞ്ഞ വഹ്ദത്തുൽ വജൂദ് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വാദമാണ്. അതാണ് ജൂത ക്രിസ്ത്യാനികളുടെക്കാളും ഒക്കെ മുശ്രിക്കുകളെ വിശ്വാസത്തെക്കാളൊക്കെ ഗുരുതരമായിട്ടുള്ള വാദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശിർക്കായിട്ടുള്ള വാദം തന്നെയാണ് ഖിദമുൽ ആലം എന്ന് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ ഇബ്നുൽ അറബിക്കും ഖിദമുൽ ആലമിന്റെ വാദം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അയാൾക്ക് അങ്ങനെ ഒരു വാദം ഉണ്ട് എന്നുള്ളത് അയ്യിസ് ഇബ്നു അബ്ദുസ്സലാമിനെ പോലുള്ള ആളുകൾ, ഉലമാക്കൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റാസിക്ക് ആ വാദം ഉണ്ടായിരുന്നു എന്നുള്ളതും അവരുടെ തന്നെ അശാരികളുടെ കൂട്ടത്തിൽ തന്നെ പലരും അത് പറഞ്ഞതായിട്ട്, സ്ഥിരീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു വാദമാണത് അശാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട അവരുടെ വാദം എന്ന് പറയുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ച് അല്ലാഹു ലാ ദാഖിലൽ ആലം വലാ ഖാരിജഹു, അല്ലാഹ് പ്രപഞ്ചത്തിന്റെ ഉള്ളിലുമല്ല പുറത്തുമല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഒരു എന്താ പറയാ, ഒരു ഈ നമ്മളെ ദിഹിനിലുള്ള ഒരു ആശയപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണെന്നുള്ള ഒരു വാദമാണ് അശാരികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ ഒരു വാദം വളരെ ഗുരുതരമായിട്ടുള്ളതാണ്. പ്രപഞ്ചത്തിന്റെ ഉള്ളിലുമല്ല പുറത്തുമല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ തന്നെ നിഷേധിക്കുന്ന വാദമാണത്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് അൽ മുഅത്തലു യഅബുദു അദമൻ എന്ന് പറയുന്നത്. അള്ളാഹിന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്ന ആളുകൾ, ഈ അശാരികളെ പോലെ മുഅ്തസിലികളെ പോലുള്ള ആളുകൾ, അവർ ആരാധിക്കുന്നത്, വിശ്വസിക്കുന്നത് എന്തിനെയാണ്? ഇല്ലായ്മയാണ് അവർ വിശ്വസിക്കുന്നത്, ഒന്നിനെയും വിശ്വസിക്കുന്നില്ല. ആ ഒരു നിരീശ്വരവാദത്തിലേക്കാണ് ആ വാദങ്ങൾ എത്തുന്നത്. പിന്നെ അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ള വാദം ചില അശാരികൾക്കുണ്ട്, സൂഫികൾക്ക് ധാരാളമായിട്ടുണ്ട്. ആ വാദം തന്നെയാണെന്ത്? അത് വഹ്ദത്തുൽ വജൂദിന്റെ തന്നെ ഭാഗമായിട്ടുള്ള വാദമാണത്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് ഹുവൽ അവ്വൽ, അവൻ ഒന്നാമനാണ്, അവൻ അനാദിയിലുള്ളവനാണ്, അവന് തുടക്കമില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ഇത് അള്ളാഹിന്റെ മാത്രം പ്രത്യേകതയാണ്. അതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ സൂഫികളും അശാരികളും അതുപോലെ ഫലാസിഫത്തും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? പല രീതിയിലും അതിലെന്ത് ചെയ്തിട്ടുള്ളത്? പങ്കുചേർത്തുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലുള്ള തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ വെച്ച് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ എന്നിട്ട് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല അവനും അവന്റെ സിഫാത്തുകളും എല്ലാം എന്താണ്? എന്നെന്നും നിലനിൽക്കുന്നതാണെന്നുള്ളതാണ് അല്ലേ? അപ്പോ ഇതിന്റെ ബാക്കി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും ഇതിലേക്ക് മടങ്ങി വരാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്തിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെയാണ് പറയുന്നത് നമ്മൾ സൂചന തന്നു. അത് ഈ സെട്ടിപ്പിന്റെ ആരംഭം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള, സ്വർഗനരകങ്ങൾ വരെയുള്ള ചരിത്രങ്ങളാണ് പറയുന്നത്. അപ്പോ ഈ ചരിത്രങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ്?
ഇതിന് അദ്ദേഹം തെളിവ് പിടിച്ചിട്ടുള്ളത് ഖുർആനും സുന്നത്തിൽ നിന്നുമാണ്. ما ورد في ذلك من الكتاب والسنة والآثار والأخبار المنقولة المقبولة عند العلماء وورثة الأنبياء. അപ്പോൾ ഇതെല്ലാം നാം വിവരിക്കുന്നത് ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ ഉലമാക്കളുടെ അടുത്ത് സ്വീകാര്യമായിട്ടുള്ള വഴിയിലൂടെ വന്നിട്ടുള്ള ആസാറുകളും അഖ്ബാറുകളും വെച്ചുകൊണ്ടാണ് നാം ഇത് വിവരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളതാണ്. ഖുർആനിൽ വിവരിച്ചു തന്നിട്ടുള്ളതാണ്, ഹദീസുകളിലൂടെ വിവരിച്ചു തന്നിട്ടുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഇവിടെ ഹദീസുകളെ സംബന്ധിച്ച് പറയുമ്പോൾ സാന്ദർഭികമായിട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താണ്? ചരിത്ര വിഷയങ്ങളിലുള്ള ഹദീസുകൾ, അതുപോലെ തന്നെ റിവായത്തുകൾ, ആ റിവായത്തുകൾക്ക് വിശ്വാസ കാര്യങ്ങളിലുള്ള ഹദീസുകളുടെ അല്ലെങ്കിൽ ഹലാല് ഹറാമുകളുമായി ബന്ധപ്പെടുന്ന ഹദീസുകളുടെ ഒരു കൃത്യത അല്ലെങ്കിൽ കണിശത ചരിത്ര വിഷയങ്ങളിലുള്ള ഹദീസുകൾക്ക് ആവശ്യമില്ല എന്നുള്ളത് ഉലമാക്കള് വ്യക്തമാക്കിയതായിട്ട് കാണാൻ സാധിക്കും. അത് ഇമാം സുഫിയാൻ സൗരി, അതുപോലെ സുഫിയാൻ ഇബ്നു ഉയൈന, അഹ്മദ് ബിൻ ഹംബൽ പോലുള്ള എല്ലാ ഉലമാക്കളും ഇത് വിവരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഉസൂൽ ഹദീസിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അസ്ല് കാണാൻ സാധിക്കും. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ തഅഖുദു ഹാദൽ ഇൽം ഫിൽ ഹലാൽ വൽ ഹറാം ഇല്ലാ മിൻ റുഅസാഇൽ മശ്ഹൂരീൻ ബിൽ ഇൽം. ഈ വിഷയത്തിലുള്ള ഹലാൽ ഹറാമിന്റെ വിഷയത്തിലുള്ള അറിവുകൾ നിങ്ങൾ ഇൽമു കൊണ്ട് അറിയപ്പെട്ടിട്ടുള്ള മുഹദ്ദിസീങ്ങളിൽ നിന്ന് മാത്രമേ നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലദീന യഅരിഫൂന സിയാദത വൻ നുഖ്സാൻ, സിയാദത്ത് നുഖ്സാന് ഏറ്റക്കുറവുകൾ, ഹദീസിലെ ഏറ്റക്കുറവുകൾ വരുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ ധാരണയുള്ള അറിയപ്പെട്ട മുഹദ്ദിസീങ്ങളിൽ നിന്ന് മാത്രമാണ് ഹലാൽ ഹറാമിന്റെ ഹദീസുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. വലാ ബഅസ ബിമാ സിവാ ദാലിക മിന മശായിഖ്, അതല്ലാത്ത വിഷയങ്ങളിൽ മറ്റ് യോഗ്യത കുറഞ്ഞിട്ടുള്ള റാബിമാരിൽ നിന്നും ഉദ്ധരിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഉലമാക്കൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു അസ്ലാണത്. കാരണം എന്ന് പറയുന്നത് ചരിത്ര വിഷയങ്ങളിൽ നമുക്ക് അനിവാര്യമായി നമ്മൾ വിശ്വസിക്കേണ്ട, നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താണ്? യോഗ്യരായിട്ടുള്ള റാവിമാരിൽ നിന്ന് മാത്രമേ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇങ്ങനെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള അലങ്കാരമായിട്ടുള്ള ചില അറിവുകൾ വരും അല്ലെ? ഫുദൂലുൽ ഇൽമ് എന്ന് പറയുന്നത് അറിവിന്റെ ആവശ്യമുള്ള അറിവിന് അപ്പുറത്തുള്ള ഫുദൂലുൽ ഇൽമ്, അഥവാ ചില അലങ്കാരങ്ങൾ, ചില പൂർത്തീകരണങ്ങൾ, അങ്ങനത്തെ ചില ഫായിദകളൊക്കെ, ഇതെല്ലാം ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ദുർബലമായ റിവായത്തുകൾ എന്ത് ചെയ്യാവുന്നതാണ്? ഉദ്ധരിക്കാവുന്നതാണ്. പക്ഷെ അതിലുള്ള നിബന്ധന എന്ന് പറയുന്നത് കള്ളന്മാരായിട്ടുള്ള ഖദ്ദാബീങ്ങളോ ആയിട്ടുള്ള റാവിമാരിൽ ഉദ്ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വദ്ദാഇങ്ങളായിട്ടുള്ള ഹദീസുകൾ നിർമ്മിക്കുന്ന ആളുകളിൽ നിന്ന് ഉദ്ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണത്, നമ്മുടെ വിശ്വാസ കാര്യങ്ങൾക്ക് ഒന്നും തന്നെ വിരുദ്ധമാകാൻ പാടില്ല. അതുപോലെ തന്നെ ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള വ്യക്തമായ നക്കാറത്തുകളോ ശുദൂദുകളോ ഒന്നും തന്നെ ആ റിവായത്തുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ അല്ലാത്ത വിഷയങ്ങൾ, അങ്ങനത്തെ നിബന്ധനകളോട് കൂടിയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? ദുർബലരായിട്ടുള്ള റാവിമാരിൽ ഹദീസ് ചരിത്ര വിഷയങ്ങൾ ഉദ്ധരിക്കാൻ പാടുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഏത് വിഷയങ്ങൾ? അർറിവായാത്ത് താരീഖിയ്യ അൽ മുതഅല്ലിഖ ബിൽ ഇംറാൻ, കെട്ടിടങ്ങളെ സംബന്ധിച്ച് വിവരിക്കുന്ന കാര്യങ്ങൾ. കതഖ്തീത്തിൽ മുദുൻ, ഒരു പട്ടണത്തിന്റെ അതിന്റെ ഒരു പ്ലാനിനെ സംബന്ധിച്ച്, അതിന്റെ ഘടനയെ സംബന്ധിച്ച്. സിയാറത്തിൽ അബ്നിയ, കെട്ടിടങ്ങളെ സന്ദർശിക്കുന്നത്, അങ്ങനത്തെ വിഷയങ്ങൾ കുറെ ഉണ്ടാവുമല്ല. അതുപോലെ തന്നെ
പിന്നെ ചില വ്യക്തികളുടെ പേരുകളെ സംബന്ധിച്ച്, സ്ഥലങ്ങളുടെ പേരുകളെ സംബന്ധിച്ചൊക്കെ വരുന്ന റിവായത്തുകൾ, ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഗൗരവം, ഹലാൽ ഹറാമ്, അതുപോലെ തന്നെ അഖീദ വിഷയങ്ങളിലുള്ള ഹദീസുകളുടെ ഗൗരവം ഈ വിഷയങ്ങൾക്ക് വേണ്ടതില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഒന്നുകൂടെ കടന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഇസ്രായേലി റിവായത്തുകൾ ഉദ്ധരിക്കാം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ റിവായത്ത് ചെയ്യുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദ്ദിസു അൻ ബനി ഇസ്രായീൽ വല ഹറജ്, നിങ്ങൾ ബനു ഇസ്രായേലികളിൽ നിന്ന് നിങ്ങൾ കഥകൾ, ഹദീസുകൾ നിങ്ങൾ ഉദ്ധരിച്ചു കൊള്ളൂ, വല ഹറജ്, അതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. മറ്റൊരു റിവായത്തിലും കാണാൻ കഴിയും, ലാ തുസദ്ദിഖൂഹും വലാ തുകദ്ദിബൂഹും, നിങ്ങൾ അവരെ ആ വിഷയങ്ങളിൽ സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. ഇവിടെ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിലും അതുപോലെ തന്നെ ബിദായ നിഹായിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണെന്ത്, അദ്ദേഹം ഇസ്രായേലി റിവായത്തുകൾ മൂന്നായിട്ട് തരംതിരിച്ചായിട്ട് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഖുർആനും സുന്നത്തിനോട് യോജിച്ച് വരുന്ന ഇസ്രായേലി റിവായത്തുകൾ, ബനു ഇസ്രായേലികളിൽ നിന്ന് ഉദ്ധരിച്ചു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ, ഖുർആനും സുന്നത്തിന് യോജിക്കുന്നത്, അങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് ഈ റിവായത്തുകൾ ആവശ്യമില്ല. കാരണം ഖുർആനും സുന്നത്തിലും എന്തുണ്ട്, ആ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തിലും എതിരാകുന്ന, ഖുർആനും സുന്നത്തിനും എതിരായിട്ട് വന്നിട്ടുള്ള റിവായത്തുകൾ, ഘടകവിരുദ്ധമായിട്ട്, വിശ്വാസ കാര്യങ്ങൾക്ക് ഒക്കെ വിരുദ്ധമായി വന്നിട്ടുള്ള, ഖുർആനിൽ പറഞ്ഞതിന് എതിരായിട്ട് വന്നിട്ടുള്ള, ഹദീസിൽ പറഞ്ഞതിന് എതിരായിട്ട് വന്നിട്ടുള്ള ഇസ്രായേലി റിവായത്തുകൾ, ആ റിവായത്തുകൾ നമ്മൾ ഉദ്ധരിക്കാൻ പാടില്ല. എങ്ങനെയല്ലാതെ അതിനെ വിമർശിക്കാനും, ഇങ്ങനെ ഒരു റിവായത്ത് വന്നിട്ട് അത് കളവാന്ന് പറയാനല്ലാണ്ട് അത് ഉദ്ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു ഇനം എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മുടെ ഖുർആനും സുന്നത്തിലും പരാമർശിക്കപ്പെടാതെ പോയിട്ടുള്ള കാര്യങ്ങൾ, ഖുർആനും സുന്നത്തിനും വിരുദ്ധമാവുകയും ചെയ്യാത്ത വിഷയങ്ങൾ, ആ വിഷയങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ്, ഇങ്ങനെ ഒരു എന്താണ് അലങ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഉദ്ധരിക്കാവുന്നതാണ്. പക്ഷേ അതിലുള്ള നിബന്ധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസദ്ദിഖൂ വലാ തുകദ്ദിബൂ, നിങ്ങൾ അവരെ സത്യപ്പെടുത്തുകയും വേണ്ട, കളവാക്കും വേണ്ട. അത് അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചാണ് അങ്ങനത്തെ റിവായത്തുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചരിത്രങ്ങൾ വിവരിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു. വലസ്നാ നദ്കുറു മിനൽ ഇസ്രായേലിയാത്ത് ഇല്ലാ മാ അദ്ന അശ്ശാരിഉ ഫീ നഖ്ലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉദ്ധരിക്കാൻ അനുവദിച്ചിട്ടുള്ള ഇസ്രായേലി റിവായത്തുകൾ മാത്രമാണ് നാം ഉദ്ധരിക്കുകയുള്ളൂ. മിമ്മാ ലാ യുഖാലിഫു കിതാബല്ലാഹി വസുന്നത റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ കിതാബിനോ സുന്നത്തിനോ വിരുദ്ധമാകാത്ത റിവായത്തുകൾ. വഹുവൽ ഖിസ്മുൽ ലദീ ലാ യുസദ്ദഖു വലാ യുകദ്ദബ്, അത് സത്യപ്പെടുത്താനോ കളവാക്കാനോ പാടില്ലാത്ത ഇനമാണത്. സത്യപ്പെടുത്താൻ പാടില്ല, കാരണം നമുക്ക് അതിന്റെ നിജസ്ഥിതി അറിയില്ല. കളവാക്കാനും പാടില്ല, കാരണം അതിന്റെ നിജസ്ഥിതി നമുക്ക് അറിയില്ല. മിമ്മ ഫീഹി ബസ്തുൽ ലിമുഖ്തസിരിൻ ഇൻദനാ, അങ്ങനത്തെ റിവായത്തുകൾ നമ്മൾ ഉദ്ധരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഖുർആനും സുന്നത്തിലും ചുരുക്കി പറഞ്ഞ കാര്യത്തിന് കുറച്ച് എന്താണ് വിശദീകരിച്ച് പരത്തി പറയാൻ വേണ്ടി, പരത്തി ഈ റിവായത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ഔ തസ്മിയത്തുൽ ലിമുബ്ഹമിൻ വറദ ബിഹി ശർഉനാ, നമ്മുടെ ശറഅയില് ഒരു കാര്യം പേര് പറയാണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചോ നാടിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് പേര് പറയാതെ ഒരു കാര്യം പറഞ്ഞിട്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ പേര് ഇങ്ങനത്തെ ഇസ്രായേലി റിവായത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റിവായത്തുകൾ ഉദ്ധരിക്കാൻ എന്ത്, ആ പേര് ഒരു എക്സ്ട്രാ ഒരു ഫായിദായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഉദാഹരണമായിട്ട് എന്താണ്, പിന്നെ അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന് അവരുടെ കൂട്ടത്തിൽ ഒരു നായ ഉണ്ടായിരുന്നു അല്ലെ, ആ നായക്കൊരു പേരുണ്ടായിരുന്നു പോലും. നമുക്ക് ഖുർആനിൽ ആ നായയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, നമുക്ക് എന്താണ് ആവശ്യമുള്ള കാര്യങ്ങൾ ഖുർആനിലുണ്ട്.
എന്നാൽ ആ നായന്റെ പേരറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്ത് കിട്ടാനുണ്ടോ? എന്തെങ്കിലും ഫായത ഉണ്ടോ? ഒരു ഫായതയില്ല. എന്നാൽ ചില ഇസ്രായേലി റിവായത്തിലുള്ള നായയുടെ പേരെന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഉദ്ധരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉദ്ധരിക്കുന്നതെന്ന് മാത്രം. ഇനി പിന്നെ ഈജിപ്തിലെ ഇമ്രാത്തുൽ അസീസ്, അവിടുത്തെ അസീസിന്റെ ഭാര്യ, ആ സ്ത്രീ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ വശീകരിക്കാൻ ശ്രമിച്ചതിനെ സംബന്ധിച്ചും അതിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ സംഭവമൊക്കെ വിശദമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു യൂസുഫിൽ വിവരിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള പഠിക്കാനുള്ള, വിശ്വസിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് അല്ലെ. എന്നാൽ ആ ഇമ്രാത്തുൽ അസീസിന്റെ ഭാര്യയുടെ പേരെന്താണ് എന്നുള്ളത് ഇസ്രായേലി റിവായത്തുകൾ വന്നിട്ടുണ്ട്. ആ പേരറിഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. അത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഉദ്ധരിക്കാവുന്നത് മാത്രമാണ്. فنذكره على سبيل التحلي لا على سبيل الاحتياج إليه. അത് നമ്മൾ ആവശ്യമുള്ളതുകൊണ്ട് ഉദ്ധരിക്കുന്നതല്ല, മറിച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒരു അലങ്കാരത്തിന് വേണ്ടി ഉദ്ധരിക്കുന്നതാണ്. وما كان فيه ضعف ننبهه. ഇനി ഏതെങ്കിലും വിഷയത്തിൽ പിന്നെ ഇപ്പോ ഹദീസിനെ സംബന്ധിച്ച് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ വ്യക്തമായ ദുർബലതയൊക്കെയുള്ള കാര്യങ്ങൾ, അതിന് ദുർബലതയും പറയും. കാരണം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എന്ന് പറയുന്നത് എണ്ണം പറഞ്ഞിട്ടുള്ള മുഹദ്ദിസാണ്, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഖുർആനും സുന്നത്തിലും എന്തുണ്ട്? നമുക്ക് ആവശ്യമുള്ള, വിശ്വസിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ചരിത്രമൊക്കെ ഖുർആനും സുന്നത്തിലും ഉണ്ട്. പിന്നെ ഇങ്ങനെ ദുർബലമായ റിവായത്തുകൾ വന്നിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നത്, അതിൽ ഇസ്രായേലി റിവായത്തുകൾ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള ഉലമാക്കൾ എടുത്ത് ഉദ്ധരിക്കുന്നത് എന്താണ്? അത് ഇസ്ലാമിൽ അനുവാദമുള്ളതായതുകൊണ്ടാണ്. ഇപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, അതുപോലെ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പോലുള്ള ധാരാളം സഹാബിമാര് എന്ത് ചെയ്തിട്ടുണ്ട്? കഅബ് ഇബ്നുൽ അഹ്ബാർ പോലുള്ള പിന്നെ സഹാബിമാർ. കഅബ് ഇബ്നുൽ അഹ്ബാർ എന്താണ്? ജൂതനായിരുന്ന ആളായിരുന്നു. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇസ്രായേലി റിവായത്തുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സഹാബിമാർ പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് അനുവാദമുള്ളത് കൊണ്ടാണ് അത് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോ മാത്രമല്ല ചരിത്ര വിഷയങ്ങളിൽ അപ്പൊ അതൊക്കെ ഉദ്ധരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുപോലുള്ള ഒരു എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി, ഭംഗിക്ക് വേണ്ടി ഉദ്ധരിക്കുന്നതാണ്. അല്ലാതെ അത് പിന്നെ അതിന്റെ ആവശ്യമൊന്നും തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഖുർആനും സുന്നത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പിന്നീട് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സംസാരിക്കുന്നതിനെ കുറിച്ചാണ്, അർശിനെ സംബന്ധിച്ചാണ്. അപ്പോ അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അല്ലാഹു എല്ലാത്തിനെയും സൃഷ്ടാവാണ്. ഫകുല്ലു മാ സിവാഹു തആല മഖ്ലൂഖുൻ ലഹു, അല്ലാഹു അല്ലാത്തവയെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അതുപോലെ മർബൂബുൻ മുദബ്ബറുൻ മുഖവ്വനുൻ ബഅദ ലം യകുൻ, അല്ലാഹു അല്ലാത്തവയെല്ലാം അല്ലാഹു പരിപാലിക്കുക, അല്ലാഹു നിയന്ത്രിക്കുന്ന, അല്ലാഹു ഉണ്ടാക്കിയ കാര്യങ്ങളാണ്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് എല്ലാം തന്നെ എന്ന് പറയുന്നത്. അപ്പോ ആലം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? കുല്ലു മാ സിവൽ ബാരി, അല്ലാഹു അല്ലാത്തതെല്ലാം ആലമാണ്, പ്രപഞ്ചമാണ് അല്ലെ, ലോകമാണ്. അപ്പോ ആ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന, സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. എന്നിട്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത് അർശിനെ സംബന്ധിച്ചാണ്. ഇവിടെ അർശിനെ സംബന്ധിച്ച് പറയുമ്പോൾ അർശാണോ ആദ്യത്തെ സൃഷ്ടി? നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല. ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് ഈ സൃഷ്ടിയാണ് ആദ്യത്തെ സൃഷ്ടി എന്ന് നിർണയിച്ച് പറയാൻ നമുക്ക് പറ്റുകയില്ല. മറിച്ച് ഉലമാക്കൾ ഇവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നതോ ആകട്ടെ മറ്റു ഉലമാക്കൾ പറയുന്നത് എന്താണ്? ആപേക്ഷികമായിട്ടുള്ള ഔവലിയത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ പെട്ടതാണെന്ത്? തസൽസുലുൽ ഹവാദിസ് ഹാസിലുൻ ഫിൽ മാദി വൽ മുസ്തഖ്ബൽ.
സൃഷ്ടിപ്പിന്റെ തുടർച്ച എന്ന് പറയുന്നത് അത് എന്നെന്നും അനാദിയിൽ തുടരുന്നതാണ്. അതെന്താണ്? അതിനൊരു അറ്റവും ഇല്ലാത്ത കാര്യമാണ്. ഈ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. കാരണം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്താണ്? അനാദിയിലുള്ളവനാണ്, അവന് തുടക്കമില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് അള്ളാഹിന്റെ സിഫാത്തുകൾ എന്ന് പറയുന്നത്. അള്ളാഹിന്റെ സിഫാത്തുകൾ എന്തൊക്കെയാണ്? അവന്റെ ഹയാത്ത് അവന്റെ സിഫത്താണ്, അവന്റെ ജീവൻ. അതുപോലെ ഖയ്യൂമിയത്ത്, അവന്റെ എന്താണ്? നിയന്ത്രണം, പരിപാലനം, അല്ലെ? അതുപോലെ അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ് എന്ത്? ഖൽഖ്, അവൻ സൃഷ്ടിക്കുന്നു എന്നുള്ളത്. അതുപോലെ അവന്റെ സിഫത്തിൽപ്പെട്ടതാണ് കലാം, അവൻ സംസാരിക്കുന്നു. ഇങ്ങനെ അവൻ സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ്? ഈ സിഫാത്തുകളെല്ലാം അസലിയത്താണ്, അതുപോലെ തന്നെ സർമദിയത്താണ്. അത് അനാദിയിലുള്ളതാണ്, അതെന്നും നിലനിൽക്കുന്നതാണ്. അതിന്റെ തന്നെ ഭാഗമാണെന്ത്? അള്ളാഹിന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അത് അനാദിയിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അത് നിലനിൽക്കുകയും ചെയ്യും. ഇവിടെ എന്താണ്? നമുക്കറിയാം അള്ളാഹിന്റെ പല സിഫാത്തുകളും നിരാകരിച്ചിട്ടുണ്ട്, അല്ലെ? ജഹ്മികൾ അള്ളാഹിന്റെ അസ്മാകളും സിഫാത്തുകളും ഒക്കെ നിരാകരിച്ചു. അള്ളാഹ്ക്ക് എല്ലാ അസ്മാകളെയും എല്ലാ സിഫാത്തുകളെയും അവരെന്ത് ചെയ്തു? നിഷേധിച്ചു. മുഅ്തസിലകളെ സംബന്ധിച്ച് അവർ അസ്മാകള് സ്ഥിരീകരിച്ചു, അതിന് അർത്ഥം അവർ വെക്കുന്നില്ല, മറിച്ച് സിഫാത്തുകൾ മുഴുവനായിട്ട് അവർ നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ അശ്അരികളെ സംബന്ധിച്ച് അവർ മുഅ്തസിലകൾക്ക് നിന്ന് വ്യത്യസ്തമായിട്ട് 7 സിഫാത്തുകൾ ഒഴികെ ബാക്കി എല്ലാ സിഫാത്തുകളെയും നിരാകരിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ സിഫാത്തുകളെ നിരാകരിക്കാനുള്ള കാരണം എന്താണ്? അള്ളാഹിന്റെ സിഫാത്തുകൾ നിരാകരിക്കാനുള്ള കാരണം, അങ്ങനെ സിഫത്തുകൾ അള്ളാഹ് സംസാരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹ് ഇറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്താണ്? സൃഷ്ടികളുടെ വിശേഷങ്ങളാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? സൃഷ്ടികളുമായിട്ടുള്ള ഉപമ അതിൽ വരും, അതിൽ ശിർക്ക് വരും എന്നുള്ള കാരണമാണ് അത് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോ ഇങ്ങനെയുള്ള ഒരു എന്താണ്? ശിർക്ക് തംസീൽ ഭയന്നിട്ടാണ്, ശിർക്കും തംസീലും ഭയന്നിട്ട് അവരെന്ത് ചെയ്യാനാണ്? നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ നിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്വർഗവും നരകവും എന്ത് ചെയ്യും? നശിച്ചു പോകുമെന്നുള്ള വാദം ആർക്കുണ്ടായിരുന്നു? ജഹ്മികൾക്ക് ഉണ്ടായിരുന്നു. ഫന ഉൽ ജന്നത്തി വന്നാർ, സ്വർഗവും നരകവും നശിച്ചു പോകും. അത് കുറച്ചു കാലം ഇങ്ങനെ എന്തുണ്ടാകും? സ്വർഗാവകാശികൾക്ക് അവിടെ സുഖാനുഭൂതികൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. പിന്നെ അത് നശിച്ചു പോകും. അതുപോലെ നരകം കുറെ കാലം ശിക്ഷ കണ്ടു പിന്നെ നശിച്ചു പോകും എന്നുള്ള വാദമാണ് അവർക്കുള്ളത്. അത് ഖുർആനും സുന്നത്തിനും ഘടകവിരുദ്ധമായിട്ടുള്ള വാദമാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ അവർ വാദിക്കാനുള്ള കാരണം എന്താണ്? അതെന്നും നിലനിൽക്കുന്നതാണെന്ന് പറഞ്ഞാല് അള്ളാഹുവിലേക്കുള്ള പങ്കു ചേർക്കലാകും, അള്ളാഹിനെ ഈ സൃഷ്ടിയെ എന്ത് ചെയ്യലാകും? ഉപമിക്കലാകും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തില് തംസീല് ഭയന്നിട്ട് എന്ത് ചെയ്യാണ്? അള്ളാഹിന്റെ എല്ലാ സിഫാത്തുകളും നിരാകരിച്ച് അങ്ങനെ എവിടത്തേക്ക് എത്തി? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അൽ മുഅത്തൽ യഅബുദു ആദമൻ, സിഫാത്തുകൾ നിഷേധിക്കുന്ന മുഅത്തലുകളായിട്ടുള്ള ആളുകൾ അവര് ഇല്ലായ്മയാണ് ആരാധിക്കുന്നത്, ഇല്ലാത്തതിനെയാണ് എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ എന്നാൽ അശ്അരികളെ സംബന്ധിച്ച് അവര് പറഞ്ഞു എന്ത്? ഇവിടെ നരകവും സ്വർഗവും നശിക്കില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്തില്ല? തസൽസുലുൽ ഹവാദിസ് അസലിയത്തല്ല, അല്ലെങ്കിൽ അസലി അല്ല എന്നുള്ള വാദമാണ് ആർക്കുള്ളത്? അശ്അരികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് അനാദിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ല സൃഷ്ടിപ്പ് എന്നുള്ള വാദം ആർക്കുണ്ട്? അശ്അരികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറിച്ച് സൃഷ്ടി
എന്താണ് പിന്നെ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചതാണ്, അതിനു മുമ്പ് എന്തുണ്ടായിട്ടില്ല, സൃഷ്ടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദമാണ് അശരികൾക്ക് ഉണ്ടായിരുന്നത്. ആ വാദം തീർത്തും തെറ്റായിട്ടുള്ള വാദമാണ്. അത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിരാകരിക്കുന്ന ഒരു വാദമാണ്. അങ്ങനെയുള്ള ഒരു വാദം അവര് പറയുകയാണെങ്കിൽ അതിന്റെ അനിവാര്യതയാണെന്ത്, പിന്നെ ഫനാഉൽ ജന്നത്തി വന്നാർ, സ്വർഗനരകങ്ങളുടെ നാശം എന്ത് ചെയ്യണം, അതും അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു, അതും അവര് വിശ്വസിക്കേണ്ട പറയേണ്ടതായിട്ട് അനിവാര്യമായി തീരും. കാരണം അൽ ആഖിർ, അവൻ ആഖിറാണ്, അവന് പിന്നെ എന്താണ്, പിന്നെ അബദിയായിട്ട് എന്നെന്നും നിലനിൽക്കുന്ന അള്ളാഹുവാണ് അല്ലേ. ആ അള്ളാഹു പിന്നെ ആഖിറിലേക്ക് പങ്കുചേർക്ക് തംസീലാകുന്നതായി തീരുമെന്നുള്ള പിന്നെ ജഹ്മികൾ പറഞ്ഞുള്ള വാദവും ഇവർ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനാദിയിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അവൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്, അതെന്നും നിലനിൽക്കും. പക്ഷെ ഒരു പ്രത്യേക സൃഷ്ടിയെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ സൃഷ്ടി എന്തേതാണ്, ഉണ്ടായതാണ്, അത് ഹാദിസാണ്, ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ്, അതിന് അവസാനവും ഉണ്ട്, അതിനെന്തുണ്ട്, ഇല്ലായ്മയും ഉണ്ട് എന്നുള്ള നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്വർഗനരകങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗനരകങ്ങളിലും അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അള്ളാഹു സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ എന്താണ്, പിന്നെ മൈന്യൂട്ടായിട്ടുള്ള ദഖീഖായിട്ടുള്ള ഒരു വിഷയമാണത്. ഇത് വിശ്വാസ അഖീദയുടെ ക്ലാസ്സുകളിൽ വിവരിക്കേണ്ട ഒരു പോയിന്റാണത്. അപ്പോ ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അതിന് പ്രത്യേകമായിട്ട് ഈ സൃഷ്ടിയാണ് അള്ളാഹിന്റെ ആദ്യത്തെ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ അതിന് മുമ്പ് ഒന്നും എന്ത് ചെയ്യില്ല, അള്ളാഹ് പിന്നെ സൃഷ്ടാവായിരുന്നില്ല, അള്ളാഹ് പിന്നെ എന്താ മുദബ്ബിർ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഖയ്യൂം ആയിരുന്നില്ല എന്നുള്ള വാദത്തിലേക്കാണത് എത്തുക. അങ്ങനത്തെ കുറെ എന്താണ് പിന്നെ അനാവശ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള ലവാസിമുകളാണ് അത് നയിക്കുന്നത്. ഇവിടെ സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദം എന്താണ്, അവരുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യത്തെ സൃഷ്ടി എന്നുള്ള വാദമാണ് അവർക്കുള്ളത്. അതാണ് പിന്നെ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്ന് പറയുന്നത്. മുഹമ്മദിയൻ ഹഖീഖത്ത് എന്ന് പറയുന്നത് ഇതാണ്. അല്ലെങ്കിൽ അന്നൂറുൽ മുഹമ്മദി, മുഹമ്മദ് അലി പിന്നെ മുഹമ്മദിയൻ പ്രകാശം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾക്ക് നൂറ് മുഹമ്മദ് എന്ന് പേരുണ്ട് അല്ലേ. ഈ നൂറ് മുഹമ്മദ് എന്നൊക്കെ പേരെങ്ങനെ, ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് എന്നുള്ളതാണ് ഇവരുടെ വാദം. അത് സൃഷ്ടിച്ചു എന്നുള്ളതുമല്ല അവർ പറയുന്നത്, അള്ളാഹുവിൽ നിന്നുണ്ടായി വന്നതാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഫൈദാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെ ആ റസൂലുള്ളാഹിന്റെ നൂറിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും ഉണ്ടായത് എന്നുള്ളതാണ് സൂഫികളുടെ വാദം. ഈ റസൂലുള്ളാഹിന്റെ പ്രകാശം അസ്ലുൽ ഹയാത്ത്, ജീവന്റെ അടിസ്ഥാനമാണ് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ പ്ലാറ്റോയുടെ ഫിലോസഫിയുടെ ഫിലോസഫി തന്നെയാണത്. പ്ലാറ്റോ പറയുന്നത് എന്താണ്, അള്ളാഹുവിൽ നിന്ന് പിന്നെ ദൈവത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് അഖ്ലുൽ അവ്വലാണ്. ആ അഖ്ലുൽ അവ്വലിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും ഉണ്ടായെന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ കൂട്ടരായിട്ടുള്ള ആളുകൾ എടുത്തിട്ടുള്ളത്. നമ്മളെ ഇവിടെ പിന്നെ സൂഫികൾ എടുക്കുകയാണെങ്കിലും അതുപോലെ പിന്നെ അശ്അരികൾ എടുക്കുകയാണെങ്കിൽ ഇത് എല്ലാം, അതുപോലെ ഷിയായിസം എടുക്കുകയാണെങ്കിലും എല്ലാം വന്നിട്ടുള്ളത് അങ്ങ് ഗ്രീക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇത് ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല. ഇസ്ലാമിന്റെ കുറച്ച് പേരുകൾ ഇവിടെ കൊടുത്തെന്നല്ലാണ്ട് മുഹമ്മദ്, അള്ളാഹ്, അതുപോലെ പിന്നെ 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 ജന്ന വന്നാറെന്നും അതുപോലെ തന്നെ അമ്പിയാക്കളുടെ പേരുകളും ഇതൊക്കെ ഇവിടെ കൊടുത്തെന്നല്ലാണ്ട് ഇതിന്റെ മുഴുവൻ ഘടന എന്ന് പറയുന്നത് എന്താണ്, ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. രണ്ട് ഫിലോസഫിയാണ്. ഒന്ന്
പിന്നെ അരിസ്റ്റോട്ടിലിന്റെ വാദമാണ് ഈ അശരീഅത്ത് എന്ന് പറയുന്നത്. ഈ പ്ലാറ്റോന്റെ വാദമാണ് സൂഫിസം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, വിശദമായി പഠിക്കുകയും വിവരിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാവുന്നതാണ്. അപ്പോ മാത്രമല്ല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖീഖത്തിനെ അവർ പറയുന്നതാണത് അൽ ഇൻസാനുൽ കാമിൽ, പൂർണ്ണനായ മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായ മനുഷ്യൻ, അത് ഈ ഒരു വാദം ശരിക്ക് വഹ്ദത്തുൽ വജൂദ്, അദ്വൈതവാദം എന്നുള്ള വാദത്തിന്റെ തന്നെ ഭാഗമാകുന്ന ഒരു വാദമാണത്. അപ്പോ ഇൻസാനുൽ കാമിലിലേക്ക് എത്താനുള്ള പിന്നെ അതിലേക്ക് പ്രാപിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പിന്നെ ഹല്ലാജും ഇബ്നു അറബിയൊക്കെ വിവരിച്ചിട്ടുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെയാണ് അല്ലെങ്കിൽ റൂഹിനെയാണ് ആദ്യത്തെ സൃഷ്ടിയായിട്ട് പറയുന്നത്. ആദം നബി അലൈഹി സ്വലാമയുടെ മുമ്പായിട്ട്, മുഴുവൻ സൃഷ്ടികൾക്ക് മുമ്പായിട്ട് ഇവർ പറയുന്നത്. ഇനി അർശിനെ സംബന്ധിച്ചാണ് ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി സംസാരം ആരംഭിക്കുന്നത്. وهو الله قال الله تعالى وهو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء. അല്ലേ, ആകാശഭൂമികൾക്ക് സൃഷ്ടിക്കുന്നതിന് മുമ്പ് അർശ് ഉണ്ട് എന്നുള്ളതാണ് ഈ ആയത്തിൽ വന്നിട്ടുള്ളത്. അപ്പോ ഉലമാക്കൾ ഇവിടെ അഭിപ്രായ വ്യത്യാസത്തിലാണെന്ത്, പിന്നെ ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടുള്ളത്, ആദ്യമായി സൃഷ്ടിക്കുന്നത് ആപേക്ഷികമായിട്ടുള്ള ഔവലിയത്താണ് ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു. അഥവാ പിന്നെ അർശാണോ കലമാണോ ലൗഹുൽ മഹ്ഫൂദ് എഴുതിയിട്ടുള്ള പേനയാണോ അർശാണോ ആദ്യമായി സൃഷ്ടിക്കപ്പെടേണ്ടത് എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ ധാരാളം ഉലമാക്കൾ പറഞ്ഞു, ഇബ്നു ജരീർ തബരി അതുപോലെ ഇബ്നുൽ ജൗസി പോലുള്ള ഉലമാക്കൾ പറഞ്ഞു എന്ത്, ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടുള്ളത് പേനയാണെന്നുള്ളതാണ്. അതിന് ഒരു തെളിവ് പിടിച്ചുള്ളത് എന്താണ്, ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം, അല്ലാഹു ആദ്യമായി പേനയെ സൃഷ്ടിച്ചപ്പോൾ, ثم قال له, അല്ലാഹു ആദ്യമായി പേനയെ സൃഷ്ടിച്ചു, ثم قال له اكتب, പേനയോട് പറഞ്ഞു നീ എഴുതുക. فجرى في تلك الساعة بما هو كائن إلى يوم القيامة, ഖിയാമത്ത് നാൾ വരെയുള്ള കാര്യങ്ങൾ ഈ പേന എഴുതി എന്നുള്ളതാണ് ലൗഹുൽ മഹ്ഫൂദിൽ. ഈ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ ധാരാളം ഉലമാക്കൾ, ആധുനിക ഉലമാക്കളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇബ്നു ഉസൈമീനെ പോലുള്ള ഉലമാക്കൾ പേനയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടുള്ളത് അർശിന് മുമ്പായിട്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നത് എന്താണ്, അർശാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടുള്ളതെന്ന്, അഥവാ പേനക്ക് മുമ്പായിട്ട്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള തെളിവ് എന്താണ്, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള അബ്ദുല്ലാ ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടു, كتب الله مقادير الخلائق قبل أن يخلق السماوات والأرض ب50,000 سنة. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടികളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, വിധികൾ, നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലേ, അള്ളാഹുവിന്റെ അർശ് ആ സമയത്തും എന്തുണ്ട്, പിന്നെ വെള്ളത്തിന്റെ മുകളിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ പേനയുടെ മുമ്പായിട്ട് എന്തുണ്ട്, അർശ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ്
ഈ ആയത്തിലും വന്നിട്ടുള്ളത് വകാന അർശുഹു അലൽ മാ എന്നുള്ളത്. ഇവിടെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാന അല്ലാഹു ലം യകുൻ ഷൈ വകാന അർശുഹു അലൽ മാ, അല്ലാഹ് ഉണ്ടായിരുന്നു, എന്നെന്നും ഉണ്ടായിരുന്നു, അല്ലാഹുവിന് പുറമെ മുമ്പ് ഒന്നുമില്ല. വകാന അർശുഹു അലൽ മാ, വെള്ളത്തിന്റെ മുകളിൽ അർശ് ഉണ്ടായിരുന്നു. വകതബ ഫി ദിക്രി കുല്ല ഷൈ, അതുപോലെ ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാത്തിനെയും രേഖപ്പെടുത്തി. തുമ്മ ഖലഖസ് സമാവാതി വൽ അർദ്, പിന്നെ ആകാശഭൂമികൾ സൃഷ്ടിച്ചു. അപ്പൊ ആ ഒരു എന്താണ് പറയുന്നത്, ഒരു തുടർച്ചയാണ് പറയുന്നത്, തർത്തീബാണ് പറയുന്നത്. അർശ്, പിന്നെ ഖലമ്, പിന്നെ ആകാശഭൂമികളെ സംബന്ധിച്ച് പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ ലഖീത്ത് ഇബ്നു ആമിർ അൽ ഉഖൈലി റിവായത്ത് ചെയ്യുന്ന ഹദീസ്, യാ റസൂലല്ലാഹ് അയ്ന കാന റബ്ബുന ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ഫീ അമാഇൻ ഫൗഖഹു ഹവാ ثم خلق عرشه على الماء. അപ്പോ ഇവിടെയും ഈ ഹദീസിലും അർശിനെ സംബന്ധിച്ചാണ് ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. അപ്പോ എന്നാൽ പേനയുടെ ഹദീസിനെ സംബന്ധിച്ച് ഹാഫിദ് ഇബ്നു കസീർ പറയുന്നത് എന്താണ്, വയുഹ്മലു ഹദീസുൽ ഖലം على أنه أول المخلوقات من هذا العالم. അർശ് പേനക്ക് മുമ്പുണ്ട്, എന്നാൽ പേന എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള ആദ്യത്തെ സൃഷ്ടിയാണെന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഒരു സഹീൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് യമനുകാരി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് പിന്നെ തുടക്കത്തെ സംബന്ധിച്ച് ചോദിച്ചു, സെട്ടിപ്പിന്റെ ആരംഭത്തിൽ നിന്ന് ചോദിച്ചു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന അല്ലാഹു ലം യകുൻ ഷൈ ഖബ്ലഹു വകാന അർശുഹു അലൽ മാ വകതബ ഫി ദിക്രി കുല്ല ഷൈ വഖലഖ അസ്സമാവാതി വൽ അർദ്. അപ്പോ ഇങ്ങനെയാണ് ആ അർശ്, പിന്നെ എന്ത് ചെയ്തു, പിന്നെ എല്ലാത്തിനെയും കുറിച്ചുള്ള മഖാദീറുകൾ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി, പിന്നെ ആകാശഭൂമിയിൽ സൃഷ്ടിച്ചു. ഈ ഒരു തർത്തീബാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റു അഭിപ്രായങ്ങളും ഉലമാക്കളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. വെള്ളമാണെന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. അതുപോലെ പിന്നെ വെളിച്ചവും ഇരുട്ടുമാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞ ഉലമാക്കളും ഉണ്ട്. പിന്നീട് അർശിന്റെ വിശേഷണമാണ് പറയുന്നത്. ധാരാളം ആയത്തുകളിൽ അർശിനെ സംബന്ധിച്ച് പരാമർശിക്കാനായിട്ട് കാണാൻ സാധിക്കും. റഫീഉദ് ദറജാത്ത് ദുൽ അർശ്, അല്ലാഹുവിനെ വിശേഷിപ്പിച്ച് പറയുകയാണ് ദുൽ അർശ്. ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം, അർശിന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശ് അൽ അസീം. അതുപോലെ وهو الغفور الودود ذو العرش المجيد. ഇങ്ങനെ അർശിനെ അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാഹുവിലേക്ക് ചേർത്തി പറയുന്നു. അതെന്താണ്, അല്ലാഹുവിലേക്ക് ഒരു സൃഷ്ടിയെ ചേർത്തി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറയുക. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു അർശിന്റെ ഉപരിയിലാണ് എന്ന് പറഞ്ഞു അല്ലേ. അർശ് എന്ന് പറയുന്നത് മുഴുവൻ സൃഷ്ടികളുടെയും മുകളിലുള്ള സഖ്ഫായിട്ട്, മേൽക്കൂരയായിട്ടാണുള്ളത്. ആ അർശിന്റെയും ഉപരിയിലാണ് ബഇനും മിൻ ഖൽഖി, അല്ലാഹു സൃഷ്ടികളിൽ നിന്ന് എന്ത് ചെയ്തതാണ്, പിന്നെ വ്യക്തമായി വേർപിരിഞ്ഞിട്ട് അല്ലാഹു എല്ലാ സൃഷ്ടികളുടെയും ഉപരിയിലാണുള്ളത് അല്ലേ. ഈ ഒരു കാര്യം അല്ലാഹു ധാരാളം ആയത്തുകൾ വിവരിച്ചിട്ടുള്ളതാണ്. അല്ലാഹു അർശിന്റെ ഉപരിയിൽ ഇസ്തിവായിലാണ് എന്നുള്ള കാര്യം. അതുപോലെ ഖുർആനിൽ എന്ത് ചെയ്യുന്നതാണ്, അർശിനെ വഹിക്കുന്ന ഹമലത്തുൽ അർശിനെ സംബന്ധിച്ച് ധാരാളമായിട്ട് പറഞ്ഞു കാണാൻ കഴിയും. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം
ويحمل عرش ربك فوقهم يومئذ ثمانية ليه പിന്നെ അതുപോലെ وترى الملائكة حافين من حول العرش ഇങ്ങനെയെല്ലാം അർശിനെ വഹിക്കുന്ന മലക്കുകളെ സംബന്ധിച്ചും അർശിന് ചുറ്റുമുള്ള മലക്കുകളെ സംബന്ധിച്ചൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അർശ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യമായിട്ട് അർശിന്റെ വലിപ്പം എത്രയാണ്? നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അർശിന്റെ വലിപ്പത്തെ സംബന്ധിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് وثبت في صحيح البخاري عن رسول الله صلى الله عليه وسلم أنه قال صحيح البخاري النبي صلى الله عليه وسلم يقول إذا سألتم الله الجنة فسألوه الفردوس الأعلى الفردوس فإنه أعلى الجنة وفوقه عرش الرحمن. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക. കാരണം ഫിർദൗസ് സ്വർഗ്ഗത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. വഫൗഖഹു അർശുർ റഹ്മാൻ, അതിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ അർശ് ഉള്ളത്. അപ്പൊ അർശ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ സ്വർഗത്തിന്റെ മേൽക്കൂരയാണ്. അതുപോലെ തന്നെ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും മേൽക്കൂരയാണെന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അർശിനെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് കാണാൻ സാധിക്കും, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ, സൂര്യൻ അത് സഞ്ചരിക്കുന്നു. എന്താണ്? ലിമുസ്തഖറിൻ ലഹാ, അതിന്റെ മുസ്തഖറിലേക്ക്, അതിനു വേണ്ടിയിട്ട് സഞ്ചരിക്കുന്നു. മുസ്തഖർ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനം തേടിയിട്ട്. അതിന്റെ സ്ഥാനം എവിടെയാണ്? മുസ്തഖറുഹാ തഹ്തൽ അർശ്, അർശിന്റെ കീഴിലാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ അൽ ഗഫാരിയെ വിളിച്ച് പറയാണ്, യാ അബൂദർ അതദ്രി അയ്ന തഗ്റുബ്, ഈ സൂര്യൻ എവിടെയാണ് അസ്തമിക്കുന്നതെന്ന് താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിക്കാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഖുൽതുല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹുവും റസൂലാണ് അറിയുന്നത്, ഏറ്റവും അറിയുന്നത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹ തദ്ഹബു ഹത്താ തസ്ജുദ തഹ്തൽ അർശ്, ഈ സൂര്യൻ അസ്തമിച്ചിട്ട് പോകും, എന്നിട്ട് അർശിന്റെ അടിയിൽ വന്നിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് സുജൂദ് ചെയ്യും. നസാഇ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ തസ്തഅ്സിനു ഫയുഅ്സനു ലഹാ, അർശിന്റെ അടിയിൽ വന്നിട്ട് അള്ളാഹുവിനോട് അനുവാദം ചോദിക്കും, അപ്പോൾ അനുവാദം കൊടുക്കും. വയൂഷിക്കു അൻ തസ്തഅ്സിൻ ഫലാ യുഅ്സനു ലഹാ, അങ്ങനെ അവസാന നാളിലാകട്ടെ എന്ത് ചെയ്യും? അതിന് അനുവാദം ചോദിച്ച് അനുവാദം കിട്ടാതായിത്തീരും എന്നുള്ള ഇത് പറഞ്ഞു. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനോട് പറയും, ഉത്ലഇ മിൻ മകാനിക്, നീ ഉദിക്കുന്നിടത്ത് നിന്ന് ഉദിക്കുക എന്ന് പറയും. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ എന്നുള്ളതാണ്. അപ്പോ അർശ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർശ് എന്ന് പറഞ്ഞാൽ സിംഹാസനമാണ്. രാജാവ് ഇരിക്കുന്ന സ്ഥലത്തിനാണ് എന്ത് പറയാ? അർശ് എന്ന് പറയാ, അല്ലേ? അതാണ് ഖുർആനിൽ തന്നെ മലിക്കത്തു സബ രാജ്ഞി, ആ രാജ്ഞിയെ സംബന്ധിച്ച് പറയുന്നതായിട്ട് കാണാൻ കഴിയും. വലഹ അർശുൻ അദീം, അവൾക്ക് വലിയ പിന്നെ ഒരു സിംഹാസനമുണ്ട് എന്ന് പറയും. അപ്പോ
അള്ളാഹുവിന്റെ അർശ് എന്ന് പറയുന്നത് ഈ തരത്തിലൊരു എന്താണ്, സിംഹാസനമാണ്. ആ സിംഹാസനത്തിന്റെ രൂപം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ വലിപ്പം എന്ന് പറയുന്നത്, ആ വലിപ്പത്തെ സംബന്ധിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയ സൃഷ്ടിയാണെന്നുള്ളതാണ്. സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ് എന്ന് പറയുന്നത്. മാത്രമല്ല അർശിന് ഖവായിമുകൾ ഉണ്ട് എന്നുള്ളത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖവായിം എന്ന് പറഞ്ഞാൽ അതിനെന്തുണ്ട്, കാലുകളുണ്ട്. അതിന് 8 കാലുകളാണ് ഉള്ളത് എന്നുള്ളതാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അപ്പോ അർശിന് വേറെയും അർത്ഥങ്ങൾ എന്തുണ്ട്, ഭാഷയിലുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അർശിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്തുള്ള അർത്ഥം എന്താണ്, അത് ഈ അർത്ഥം തന്നെയാണ്, സിംഹാസനം എന്നുള്ള അർത്ഥമാണ്. അതിന് മറ്റർത്ഥങ്ങൾ കൽപ്പിക്കുന്നത് അതെന്താണ്, തൽബീസാണ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്, മലക്കുകൾ അർശിന്റെ ചുറ്റും തസ്ബീഹ് കൊണ്ട്, തഹ്മീദ് കൊണ്ട് ചുറ്റും എന്ത് ചെയ്യുന്നതാണ്, വലയം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ആയത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഈ അർശിന് ഖവായിമുകൾ ഉണ്ട് എന്നുള്ളതിന് ഉമയ്യത്ത് ഇബ്നു അസ്സൽത്ത് എന്ന് പറയുന്ന കവി, ജാഹിലിയ കാലത്തുള്ള കവിയാണ്, പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മജ്ജിദുല്ലാഹു വഹുവ ലിൽ മജ്ദി അഹ്ലു റബ്ബുനാ ഫിസ് സമാഇ അംസ കബീറൻ ബിൽ ബിനാഇൽ അൽ അഅല الذي سبق الناس وسوى فوق السماء سريرا شرجعا لا يناله بصر العين ترى دونه الملائكة صورا. അപ്പോ അള്ളാഹു ആകാശത്തിന്റെ ഉപരിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കട്ടില് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. ഷർജഅൻ, വളരെ വിശാലമായിട്ടുള്ള എന്നുള്ളതാണ്. അപ്പോ ഇത് ജാഹിലിയത്തിലുള്ള ആളുകൾ വരെ ഇത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഹദീസില് വന്നിട്ടുള്ളത് എന്താണ്, മസലു സമാവാതി സബഅ കൽ അർശി കമിസ്ലി കമസലി ഹൽഖത്തിൻ ഉൽഖിയത് ഫീ ഫലാത്ത് വമസലുൽ കുർസി ലിൽ അർശി കദാലിക്. ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പരാമർശിക്കാതെ പോയിട്ടുള്ളത്. അർശിന്റെ വലിപ്പം എത്രയാണെന്നുള്ളതാണ്. 7 ആകാശങ്ങളെ അർശുമായിട്ട് നമ്മൾ തുല്യപ്പെടുത്തുകയാണെങ്കിൽ എന്താണ്, ഒരു വലിയ മരുഭൂമിയിൽ ഒരു മോതിരം ഇട്ട് കഴിഞ്ഞാൽ ആ മോതിരം എത്ര ചെറുതാണോ അത്ര ചെറുതാണ് അർശിനെ അപേക്ഷിച്ച് 7 ആകാശങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുർസിയും കുർസി അർശിനെ അപേക്ഷിച്ചും അങ്ങനെ തന്നെയാണ്. ഇവിടെ മറ്റൊരു ഹദീസിൽ വിശദമായിട്ടത് കാണാൻ സാധിക്കും. ഭൂമി ആകാശത്തെ അപേക്ഷിച്ച്, ഒന്നാം ആകാശത്തെ അപേക്ഷിച്ച് ഒരു മരുഭൂമിയിൽ ഒരു എന്തിട്ടതുപോലെയാണ്, ഒരു മോതിരിട്ടതുപോലെയാണ്. ആ മോതിരത്തിന്റെ എത്ര വലുപ്പമുള്ളൂ അത്രയാണ് ഒന്നാമത്തെ ആകാശത്തിനെ അപേക്ഷിച്ച് ഈ ഭൂമിയുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ആകാശത്തെ അപേക്ഷിച്ച് ഒന്നാമത്തെ ആകാശം ആ പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നീട് കുർസിയെ അപേക്ഷിച്ച് 7ാമത്തെ ആകാശം എത്ര ഉള്ളൂ, അത് ഒരു മരുഭൂമിയിൽ ഒരു മോതിരിട്ടതുപോലെ ഉള്ളൂ. അർശിനെ അപേക്ഷിച്ച് കുർസി എന്ന് പറയുന്നതും അത്രയേ ഉള്ളൂ. അപ്പം മേലോട്ട് പോകുന്നതിനനുസരിച്ച് ഇത് വലുതായി കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ അർശിനെ സംബന്ധിച്ച് പറയുമ്പോൾ എത്രയാണ്, ഈ കുർസിയും 7 ആകാശങ്ങളും ഒക്കെ എന്താണ്, ഒരു മരുഭൂമിയിൽ ഒരു മോതിരിട്ട അളവ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതിൻ്റെ എത്ര മടങ്ങ് വലുതായിരിക്കും.
ഒരു തുലനം ചെയ്യാൻ പറ്റാത്തിടത്തോളം വലുതായിരിക്കും എന്നുള്ളതാണ്. ഇനി അർശിനെ വഹിക്കുന്ന മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അല്ലേ, വയഹ്മിലു അർശ റബ്ബിക വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. 7 ആകാശങ്ങൾ അള്ളാഹുവിന്റെ അർശ് അന്നേ ദിവസം വഹിക്കുന്നത് സമാനിയത്താണെന്ന് പറഞ്ഞു. ഈ സമാനിയത്ത് എന്താണെന്നുള്ള കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 8 മലക്കുകളാണോ അല്ലെങ്കിൽ 8 കൂട്ടം മലക്കുകളാണോ, അഥവാ ഓരോ കൂട്ടമായിട്ട് 8 കൂട്ടം 8 ഗ്രൂപ്പ് മലക്കുകളാണോ എന്നുള്ള കാര്യത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ എന്തു തന്നെയായാലും അർശിനെ വഹിക്കുന്ന മലക്കുകളെ സംബന്ധിച്ച് ഹദീസിൽ വന്നത് എന്താണ്? ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, സഹീഹ ഹദീസാണ്. ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലകി മിനൽ മലായികതി ഹമലത്തി അർശ്. അർശ് വഹിക്കുന്ന മലക്കുകളിൽപ്പെട്ട ഒരു മലക്കിനെ സംബന്ധിച്ച് പറയാൻ എനിക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ട്. ഇന്നമാ ബൈന ശഹ്മതി ഉദുനിഹി ഇല ആതിഖിഹി മസീറതു 700 ആം. ആ മലക്കിന്റെ ഈ ചെവിയുടെ അടിയിൽ തൂങ്ങിക്കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനാണ് ഷഹ്മത്ത് അൽ ഉദുൻ എന്ന് പറയുന്നത്, അഥവാ ചെവിക്കുന്നി എന്നൊക്കെയാണെന്ന് തോന്നുന്നു പറയാ. ആ ചെവിക്കുന്നിയിൽ നിന്ന് തോള് വരെയുള്ള ആ ഒരു അകൽച്ചുള്ള ആ ഒരു ദൂരം ഉണ്ടല്ലോ, ആ അളവുണ്ടല്ലോ, അത് എത്രയാണ്? മസീറത്തു 700 ആം. 700 വർഷം സഞ്ചരിക്കേണ്ട ദൂരാണ് എവിടെ വരെയുള്ളത്? ഈ ചുമല് മുതൽ ചെവിക്കുന്നി വരെയുള്ളത് എന്നുള്ളതാണ് ആ മലക്കിന്റെ എന്ന് പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ. അപ്പോ എത്ര വലിയ മലക്കായിരിക്കും. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമാം അബൂ യഅല അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിവായത്ത് ചെയ്ത ഹദീസാണ്. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് قال رسول الله صلى الله عليه وسلم أذن لي أن أحدث عن ملك قد مرقت رجلاه الأرض 7 والعرش على منكبه وهو يقول سبحانك أين كنت وأين تكون. നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ തന്നെ ഹമലത്തുൽ അർശിൽപ്പെട്ട ഒരു മലക്കിനെ വിശേഷിപ്പിക്കാൻ എനിക്ക് അനുവാദം ലഭിച്ചു. ആ മലക്കിന്റെ 2 കാല് 7 ഭൂമികളുണ്ടല്ലേ, ആ 7 ഭൂമിയിൽ ഏറ്റവും താഴത്തെ ഭൂമിയില് കാല് എന്ത് ചെയ്തിട്ടുണ്ട്? പതിച്ചിട്ടുണ്ട്. അർശാകട്ടെ ആ മലക്കിന്റെ തോളിലാണുള്ളത്. എന്നിട്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഇമാം ദാരിമിയും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതുപോലെ തബറാനി അദ്ദേഹത്തിന് ഔസത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇതേ അർത്ഥത്തിൽ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് കാണാൻ കഴിയും. ഇത് ഇമാം അൽബാനി സഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. അപ്പോ ഹമലത്തുൽ അർശ് എന്ന് പറയുന്നത് അവരെന്താണ്? അവരുടെ വലിപ്പം എന്ന് പറയുന്നത് എത്രയാണ്? അങ്ങ് അർശ് മുതൽ താഴെ വരെയുള്ള ദൂരാണ് അവർക്കുള്ളത് അല്ലേ? അവരിങ്ങനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സബ്ബഹ ഹമലത്തുൽ അർശ്, അർശിനെ വഹിക്കുന്ന മലായികത്തുകൾ എന്ത് ചെയ്യും? തസ്ബീഹ് ചെയ്യും. ثم سبح أهل السماء الذين يلونهم.
പിന്നെ മറ്റ് അവർക്ക് ശേഷമുള്ള മലക്കുകളും തസ്ബീഹ് ചെയ്യും. അങ്ങനെ ഹത്ത യബ്ലുഗ തസ്ബീഹ് അഹ്ല ഹാദിഹി സമാഇ ദുനിയ, ഒന്നാമത്തെ ആകാശത്തിലുള്ള മലക്കുകൾക്ക് പിന്നെ ആ തസ്ബീഹ് എത്തുന്നത് വരെ. അപ്പോ ഈ ഹദീസിൽ നിന്ന് ഉലമാക്കൾ വിശദീകരിച്ചത് എന്താണ്? ഇപ്പോൾ ഖുർത്തുബി പറഞ്ഞു ഫിഹി യദുല്ലു അലാ അന്ന ഹമലത്തുൽ അർശ് അഫ്ദലുൽ മലായികതി വഅലാഹും മൻസില, അർശിനെ വഹിക്കുന്ന മലക്കുകളാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള മലക്കുകൾ, ഏറ്റവും ഉന്നത സ്ഥാനീയരായിട്ടുള്ള മലക്കുകൾ എന്നുള്ളതാണ്. മാത്രമല്ല അന്ന ഫളാഇലൽ മലായികതി അല ഹസബി മറാത്തിഹിം ഫിസ് സമാവാത്ത്, ആകാശത്തിലുള്ള അവരുടെ സ്ഥാനങ്ങൾക്കനുസരിച്ചാണ് മലായിക്കത്തുകളുടെ സ്ഥാനം എന്നുള്ളതാണ്. അപ്പോ ഹമലത്തുൽ അർശ് എന്നുള്ളത് അള്ളാഹു അവരെ സംബന്ധിച്ച് ധാരാളമായിട്ട് പിന്നെ വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല അവര് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഹസൻ ഇബ്നു അത്തിയ പറഞ്ഞു ഹമലത്തുൽ അർശ് തമാനിയ യതജാവബൂന ബിസൗത്തിൻ ഹസൻ റഖീം, അവര് അള്ളാഹുവിനെ സ്തുതിക്കുന്നത് വളരെ നല്ല ശബ്ദത്തിലാണ് സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നത്. സുബ്ഹാനക വബിഹംദിക അലാ ഹൽമിക ബഅദ ഇൽമിക വയഖൂലു അർബഅ സുബ്ഹാനക വബിഹംദിക അലാ അഫ്വിക ബഅദ ഖുദ്റതിക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഹസൻ ഇബ്നു അത്തിയ പറഞ്ഞിട്ടുള്ളത്. അപ്പോ മാത്രമല്ല ഈ അർശിനെ സംബന്ധിച്ച് മറ്റ് ചില റിവായത്തുകൾ വന്നിട്ടുള്ളത് എന്താണ്? ഇപ്പോ സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ വന്നിട്ടുള്ളതാണ് എന്ത്? ലഖദ് ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ് അദ്ദേഹത്തിന്റെ മരണത്തിൽ അള്ളാഹുവിന്റെ അർശ് എന്ത് ചെയ്തിട്ടുണ്ട്? കുലുങ്ങിയിട്ടുണ്ട്, പ്രകമ്പനം കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അർശിനെ സംബന്ധിച്ച് പ്രകമ്പനമുണ്ട്, അതിന് അതീത്ത്, അതിന് ഞെരുക്കമുണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്തു ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഞെരുക്കം തസ്ബീഹാണെന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. وقد جاء في بعض الآثار أن أهل الفردوس يسمعون أطيط العرش, ഫിർദൗസിലുള്ള സ്വർഗാവകാശികളിൽ ഫിർദൗസിലുള്ള ആളുകൾ അർശിന്റെ ഞെരുക്കം കേൾക്കും. വഹുവ തസ്ബീഹുഹു തഅദീമുഹു വമാ ദാലിക ലിഖുർബിഹിം മിൻഹു, ആ തസ്ബീഹും തഅദീമാണ് അതിന്റെ ഞെരുക്കം എന്ന് പറയുന്നത്. അത് അവർ കേൾക്കുന്നത് അവർ അർശിലേക്ക് ഏറ്റവും അടുത്ത ആളുകളായതുകൊണ്ടാണ്. മാത്രമല്ല ചില സലഫുകളിൽ നിന്ന് അർശിന്റെ വിശേഷണമായിട്ട് പറയപ്പെട്ടുള്ളത് എന്താണ്? അൽ അർശ് അന്നൽ അർശ മഖ്ലൂഖുൻ മിൻ യാഖൂതത്തിൻ ഹംറാ, ഒരു ചുവന്ന പിന്നെ യാഖൂതത്തിൽ നിന്നാണ്, ചുവന്ന എന്താണ് രത്നത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത് എന്നുള്ളതാണ് ചില റിവായത്തുകൾ വന്നിട്ടുള്ളത്. ബുഅദു മാ ബൈന ഖുത്രൈഹി മസിറതു 50,000 സന, രണ്ട് ദിക്കുകൾക്കിടയിലുള്ള ദൂരം, ആ അർശിന്റെ രണ്ട് ദിക്കുകൾക്കിടയിലുള്ള ദൂരം 50,000 വർഷങ്ങളാണെന്നും വന്നിട്ടുണ്ട്. ഇത് ഇമാം ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിന്റെ കിതാബുൽ അർശിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ കുർസിയെ സംബന്ധിച്ച് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് വസ്അ കുർസിയുഹു സ്സമാവാതി വൽ അർദ്, അല്ലേ? അത് ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തിൽ വന്നിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ കുർസി ആകാശ ഭൂമികളെക്കാളും വിശാലമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ കുർസിന്റെ വലിപ്പം എന്താണ്, അർശിന്റെ വലിപ്പം എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കി. കുർസിയെ അപേക്ഷിച്ച് അർശ് എന്ന് പറയുന്നത് വലിയ
പിന്നെ ഒരു മരുഭൂമിയിൽ ഒരു മോതിരിട്ടതുപോലെയാണ്. അത്ര ചെറുതാണ് അർശിനെ അപേക്ഷിച്ച് കുർസി എന്ന് പറയുന്നത്. എന്താണ് കുർസി എന്ന് പറയുന്നത്? ഇബ്നു അബ്ബാസിൽ നിന്ന് സഹീഹായിട്ട് റിവായത്ത് ചെയ്യപ്പെട്ടു, അൽ കുർസിയു മൗദിഉൽ ഖദമൈൻ. കുർസി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പാദത്തിന്റെ സ്ഥാനമാണെന്നുള്ളത്, അള്ളാഹുവിന്റെ ഇരു പാദങ്ങളുടെ സ്ഥാനമാണെന്നുള്ളതാണ്. അൽ കുർസിയു മൗദിഉ ഖദമൈ റബ്ബ്, റബ്ബിന്റെ ഇരു പാദങ്ങളുടെയും ഇതാണ്. അപ്പോൾ കുർസി എന്ന് പറയുന്നത് കുർസി ആകട്ടെ അർശാകട്ടെ അത് ഗ്രഹങ്ങളാണെന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? മുത്തക്കല്ലിമുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. മുത്തക്കല്ലിമുള്ള അശാരികൾ പോലുള്ള മുഅ്തസിലികൾ പോലുള്ള ആളുകൾ വാദിച്ചിട്ടുള്ളത്. അത് ഖുർആനും സുന്നത്തിനും വിരുദ്ധമാണെന്നുള്ളത് ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി സൂചിപ്പിക്കുന്നുണ്ട്, അതിനുള്ള മറുപടികൾ കൊടുക്കുന്നുണ്ട്. അത് ഹാഫിദ് ഇബ്നു കസീർ പല വിശ്വാസപരമായിട്ടുള്ള തെറ്റുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹദീസ് ദുർബലമായ ഹദീസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബിദായ നിഹായയിൽ വിമർശിക്കുന്നുണ്ട്, നിരൂപണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് അർശിനെ സംബന്ധിച്ചും കുർസിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ലൗഹുൽ മഹ്ഫൂദിനെ സംബന്ധിച്ചാണ് പിന്നീട് പറയുന്നത്. അതുപോലെ ആകാശഭൂമികളെ അതിന്റെ സെറ്റപ്പിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ സംബന്ധിച്ച് വിവരിക്കാവുന്നതാണ്. വഹാദ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം തസ്ലീമൻ കസീറ. والحمد لله رب العالمين.